കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സാർ, സാറിന് എന്നെ ഓർമ്മയുണ്ടോ? മാഡത്തിന് അറിയോ എന്നെ? വലിയ ആൾക്കാർ അങ്ങനെയാണ്. ചെയ്തു പോകാൻ അവർ മറക്കും. സ്വീകരിച്ച ഒരു കാര്യം നന്ദിയോടെ എന്നും ഓർക്കുകയും ചെയ്യും. എന്തോ ഓർമ്മ വരുന്നില്ല. ഒരു ദിവസം ആശുപത്രിയിലെ കുഞ്ഞിന്റെ ചികിത്സ കഴിഞ്ഞ് പണമടയ്ക്കാൻ പൈസ ഇല്ലാതെ നിന്നപ്പോ മാഡമാണ് ഈ സാറിന്റെ കാർഡ് എടുത്തുകൊണ്ടൊന്ന് പണം അടച്ചത്. 1 മാസത്തേക്കുള്ള മരുന്നും വാങ്ങി തന്നായിരുന്നു. അന്ന് നിങ്ങൾ രണ്ടുപേരും മോളെയും വന്ന് കണ്ടിരുന്നു. ഓർമ്മ വരുന്നുണ്ട്. നദിയ മൊയ്തു അതല്ലേ മോളുടെ പേര്? ആ അതെ. മാഡം മോളുടെ പേര് മറന്നില്ലല്ലേ? അല്ല, മോൾക്കിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? പടച്ചോന്റെ സഹായത്താൽ ഒരു കുഴപ്പമില്ല. എന്നാ ശരി, ഞങ്ങൾ പോവാ. ആ മാഡം, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഇന്നൊരു രാത്രി കഴിച്ചുകൂട്ടാൻ ഒരു ഇടപാട് അന്വേഷിക്കുന്നതെങ്കിൽ അത് ഇതിനകത്തായിക്കൂടെ? എല്ലാം പടച്ചോന്റെ കളികളാണ് സാർ. നിന്ന നിൽപ്പിലായിരിക്കും ഒരാളെ കൊട്ടാരത്തിൽ നിന്നെടുത്ത് തെരുവിലേക്ക് എറിയുന്നത്. സാറിനും മാഡത്തിനും വിരോധമില്ലെങ്കിൽ ഞങ്ങൾക്ക് താൽക്കാലികമായി തയ്യാറാക്കിയ ഒരു ചെറിയ മുറിയും സെറ്റപ്പൊക്കെ ഉണ്ട്. അതിൽ ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പ്രത്യുപകാരമാണെന്നൊന്നും കരുതണ്ട. എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ പോയി അന്തി ഉറങ്ങുന്നതിനേക്കാൾ നല്ലത് ഇതായിരിക്കും. ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. പേടിക്കാനൊന്നുമില്ല. വരൂ സാർ, വരൂ മാഡം. അല്ല, അത് പിന്നെ വാ ഗൗതം, നമുക്ക് ഇന്നിവിടെ തങ്ങാം. ഒന്നും ആലോചിക്കണ്ട സാർ, കയറി വാ. ഈ മാഡത്തിനെയും കൂട്ടി രാത്രിയിൽ ഇനി നടക്കണ്ട. വാ ഗൗതം. സാർ വരൂ. ഇത്രയൊക്കെ സൗകര്യങ്ങളെ ഇവിടെ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ പോയി കിടക്കുന്നതിനേക്കാൾ ഇതല്ലേ സാർ നല്ലത്? താൽക്കാലികമായിട്ടൊരു ടോയ്ലറ്റ് സൗകര്യം പുറകിലുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു കുഴപ്പമേ ഉള്ളൂ, ഇവിടെ ഫാനില്ല. ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. ദാ ഇവിടെ കിടന്നോളൂ. അല്ലേട്ടാ, ഞങ്ങളിവിടെ കിടന്നാ നിങ്ങളുടെ കാര്യം? ഞങ്ങൾക്ക് ഉറക്കമില്ലല്ലോ. ചില ദിവസങ്ങളിൽ സെക്യൂരിറ്റി ആയി ഞങ്ങൾ 2 പേര് കാണും. അപ്പൊ ഒരാൾക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാ ഈ കട്ടിലും മറ്റുമൊക്കെ. എന്തു പറയുന്നു സർ? ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഒരു രാത്രി തങ്ങാനായി നിങ്ങളുടെ ഇടം ഞങ്ങൾക്ക് വിട്ടു തന്നല്ലോ. ഒരുപാട് നന്ദിയുണ്ട്. നന്ദിയുടെ ഒന്നും ആവശ്യമില്ല മാഡം. പിന്നെ കുടിക്കാൻ വെള്ളം വേണമെങ്കിൽ പുറത്ത് കുപ്പിവെള്ളം ഇരിപ്പുണ്ട്, ചെന്നെടുത്താൽ മതി. ശരി ഏട്ടാ. എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി. ഞാൻ റൂമിൽ തന്നെ കാണും. ശരി. എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഗൗതം, ദൈവം ഉണ്ടെന്ന് പറയുന്നത് ഇതാ. അത് വീണ്ടും വീണ്ടും തെളിഞ്ഞുകൊണ്ടിരിക്കുക. നാളെ എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവും. വേറൊന്നും ആലോചിക്കാതെ ഇപ്പൊ കിടന്നുറങ്ങാൻ നോക്ക്. ശരിക്കും പറഞ്ഞ ആ തട്ടുകടക്കാരനിലൂടെയും ഈ സെക്യൂരിറ്റിയിലൂടെയും ഞാൻ യഥാർത്ഥ മനുഷ്യരെ കാണുകയാണ് നിധി. 30 വർഷം വളർത്തി വലുതാക്കിയവർ കൊല്ലാൻ ഗുണ്ടകളെ ഏർപ്പാടാക്കുമ്പോൾ എന്നോ ഒരിക്കൽ ചെയ്തു കൊടുത്ത സഹായത്തിന്റെ പേരിൽ ഓരോ മനുഷ്യരും പ്രത്യുപകാരം ചെയ്യുന്നു. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെങ്കിലും ദൈവം പകരം തിരികെ തരുമെന്ന് പറയുന്നത് ഇതാ. ആഹാരം തന്ന തട്ടുകടക്കാരനും അഭയം തന്ന ഈ സെക്യൂരിറ്റിയൊക്കെ അതാണ് തെളിയിക്കുന്നത്.
എന്തായാലും വല്ലാത്തൊരു ഗതികേടായിപ്പോയി എൻ്റേത്. അതിലേക്ക് ഞാൻ നിന്നെയും വലിച്ചഴിച്ചല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ആവശ്യമില്ലാത്തതൊന്നും ആലോചിക്കണ്ട. വാ, വന്ന് കിടക്ക്. നല്ല ക്ഷീണമുണ്ട്. വാ. എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? ഫാനും എ സി ഒന്നും ഇല്ലാതെ ഞാൻ ഉറങ്ങുന്ന ആദ്യത്തെ രാത്രി ആയിരിക്കും ഇത്. ആദ്യത്തേത് മാത്രമല്ല, ഇത് അവസാനത്തേത് കൂടിയാ. ഗൗതം, വാ കിടക്കാം. നീയും കിടന്നു, നടന്ന് ക്ഷീണിച്ചല്ലേ. വാ.